സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റിൽ തെന്നി വീണു, തലയിടിച്ചു മരിച്ചു. ക്ലീൻ. ബാഗ് ഫ്രണ്ട് വേണോ ലുക്കിന്? ബാഗ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കുറച്ച് നാളായിട്ട് ഹൗസ് ഓഫ് കീഷോ എന്ന് പറയുന്നുണ്ട് ഒരു പേജ്. ഹൗസ് ഓഫ് ഈശോ അല്ല കീശോ. ബാഗിന്റെ പരസ്യം അവർക്ക് ഫ്രീ പ്രൊമോഷൻ. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ കേട്ടോ. അങ്ങനെ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കൊടുക്കണ്ട അവർക്ക്. ഒരു മിനിറ്റ്. CG ഒന്നും അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയില്ല. ഒരു ആവറേജ് ആയിട്ട് തോന്നുന്നു. കോമഡി ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ ഒന്നുമില്ല, പ്രത്യേകിച്ച് യാതൊരു റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് റിയൽ സ്റ്റോറി ആണോ അറിയത്തില്ല. പക്ഷെ എന്താ ഇത് വെച്ചേക്കുന്ന വെച്ചിട്ട് എനിക്ക് ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ട് കോമഡി ഉണ്ട്, ചിലത് വർക്കൗട്ട് ആയി, ചിലത് വർക്കൗട്ട് ആയില്ല. ആവറേജ് പടം കഞ്ഞറപ്പെട്ട വളരെ ആവറേജ് ലോജിക് അല്ല, ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്കായി എല്ലാം നന്നായിട്ടുണ്ട്. പെർഫോമൻസ് സുരാജൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജഗോവാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കോമഡി വർക്കൗട്ടായോ? സൂപ്പർ പടമാണ്. ജെകെയുടെ കുഞ്ചാക്കോ ബോബനും വെഞ്ഞാറമൂട് സിംഹവും തമ്മിലുള്ള മത്സരമായിരുന്നു. സൂപ്പർ പടം. സിംഹം അടിപൊളി, അടിപൊളി, നല്ല കോമഡി പടം. സൂപ്പർ പടം, അടിപൊളി. കോമഡി വർക്കൗട്ടായോ? കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ട് അടിപൊളിയായിരുന്നു. നല്ല പടമാണ്, കോമഡിയാണ്. നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഇതിന്റെ പിറകിലൊരു എഫേർട്ട് ഉണ്ട്. അത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം കുറെ നാൾക്ക് ആ ഒരു സീരിയസ് ചെയ്ത് പെട്ടെന്ന് അവരുടെ ഒരു കുറച്ച് തമാശയൊക്കെ കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു ട്രാൻസിഷൻ, ഇവരെ ഭയങ്കര വേഴ്സ്റ്റൈലായിട്ടുള്ള ആക്ടേഴ്സ് ആണ്. പെട്ടെന്ന് അത് ഭയങ്കര സന്തോഷം. എന്തോ പുതിയൊരു സുരാജേട്ടന്റെ പുതിയൊരു വേർഷൻ നല്ല സാറേ, നല്ല വൈബായിരുന്നു. കാരണം ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്കൊന്ന് ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു, ഇങ്ങനെ ഒരു വേർഷൻ തിരിച്ചു വരണം എന്നുള്ളത്. അപ്പം അത് കണ്ടതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. നല്ല സാറായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഓൾറെഡി ഇവരുടെ കോംബോ നമ്മള് ലൈക്ക് ഈ ഷൂട്ടിന്റെ സമയത്ത് നമ്മൾ കുറെ കാണുമല്ലോ. നമുക്ക് ഷൂട്ടില്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ എന്താ ഈ പറയുന്ന പോലെ ബിഹൈൻഡ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത് ഇതിന്റെ റെസൾട്ട്സ് കിട്ടാൻ പോകുന്നത് കുട്ടികൾക്ക് തന്നെയായിരിക്കും. നമ്മുടെ ഒരു ഏജിലെ ആളുകൾക്ക് ഈ പറയുന്ന പോലെ തിളക്കം അല്ലെങ്കിൽ CID മൂസൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് മൂവിയിൽ നിന്നും കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാമിലിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയാണ്. OTT വരാൻ നോക്കിയിരിക്കില്ല കേട്ടോ. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കും. താങ്ക് യു.
ആദ്യം മൈക്കിന്റെ ഇത് പോയിട്ടുണ്ട്. സിംഹത്തിനൊക്കെ കണ്ട് പേടിച്ചോ? പേടിച്ചു? കുട്ടികളൊന്ന് പേടിച്ചു? സപ്പോർട്ട് ചെയ്യാൻ തിയേറ്ററിൽ വരിക. മലയാള സിനിമയിലേക്ക് പുതിയൊരു താരോദയം വിഷ്ണു വന്നല്ലേ? ഈ ക്യാരക്ടറുകളുടെ ബഹളമായിരിക്കും. സാർ ഒരു ബൈറ്റ് തരണോ സാർ? തകർച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പെർഫോമൻസ്? ഒരു നായകൻ മെറ്റീരിയൽ ആണോ പുള്ളി? ഭാവിയിലെ ഒരു ഷാലിനെ ഉടനെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മീഡിയത്തിൽ ഒരു നായം വന്നിട്ട് എന്താ പറയാനുള്ളത്? കാസ്റ്റിംഗ് ഡയറക്ടർ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ വിളിച്ചോണ്ട് പോയിട്ട് ഞാൻ ഒരു സീനാണ്. സീനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? 10 ദിവസം വെള്ളം കുടിച്ചില്ല. ഒരു സീനാണല്ലോ, പക്ഷെ പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനൊരു സിനിമ കുറെ കാലമായി വന്നിട്ടും ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പടമാണ്. അങ്ങനെ കുറെ ഒന്നും ചിന്തിക്കാണ്ട് ഇത് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് പോയി കണ്ട് ചില്ലാവാൻ പറ്റുന്ന ഒരു കോമഡി പടം. അത്രേ ഉള്ളൂ. കൊച്ചിനോട് സീൻസ് ഒന്നും തരുന്നില്ല. രാജേഷ് മാധവനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സീനായിട്ടാണ്. അപ്പം പടം എല്ലാവരും പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ പടം ഈ ജോണറും കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈൻമെന്റ്സ് വന്നാൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരുപാട് നല്ലതായിരിക്കും. വീണ്ടും തമാശ ഒരു സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റിൽ തെന്നി വീണു തലയിടിച്ചു മരിച്ചു. ക്ലീൻ.